തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട എഡിജിപിയുടെ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്ത്. പൂരം കലങ്ങിയതിന്റെ ഉത്തരവാദിത്തം ദേവസ്വത്തിന് മേൽ വെച്ചുകെട്ടാനാണ് നീക്കമെന്നും ദേവസ്വത്തിൽ ആരും രാഷ്ട്രീയം കളിച്ചിട്ടില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. എഡിജിപിയുടെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണെന്നും പൂരം കലക്കൽ സിബിഐ അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് അത് വേറെ ഒരു തലത്തിലേക്ക് മാറി അതിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് അതിനെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം നശിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലേക്ക് പൂരത്തിനെ മാറ്റുക എന്നുള്ള ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർത്തത്. അല്ലാണ്ട് പൂരം കലക്കുന്നതിനോ പൂരം ഇല്ലാണ്ടാക്കുന്നതിനോ തിരുവമ്പാടി ദേവസ്വം ഒരു വർഷക്കാലമായി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന അതിൻ്റെ പ്രവർത്തകർ അത് കലക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. ഇപ്പം 2025 പൂരം ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിബിഷൻ്റെ നമ്മൾ ദേവസ്വത്തിൽ കത്ത് കൊടുത്തു. ഇതുവരെ നമുക്ക് വേലയ്ക്ക് വെടിക്കെട്ടിനുള്ള അനുമതിയുടെ കത്ത് തന്നിട്ടില്ല, കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇത്രയും കൊല്ലമായി നടക്കുന്ന നിയമങ്ങൾ വേണം. അത് എല്ലാ ആഘോഷങ്ങളും നിർത്തിവെക്കേണ്ട വിധത്തിലേക്കുള്ള ആവുന്ന നിയമങ്ങളായി മാറരുത്. ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലുള്ള ഓരോ ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളെ ഏതെല്ലാം തരത്തിൽ പരിപോഷിച്ച് അതെല്ലാം ഭംഗിയായി ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അത് കാണാനും ആസ്വദിക്കാനും അതിൻ്റെ എല്ലാ വിധത്തിലും അത് സന്തോഷിക്കാനുള്ള അവസരമാണ്. അത് സങ്കടപ്പെടാനുള്ള അവസരമല്ല. ആ സങ്കടപ്പെടുന്ന രീതിയിലേക്ക് പോലീസ് മാറി. ആ പോലീസാണ് ഇവിടെ ഈ കാര്യങ്ങൾ നശിപ്പിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് എന്ന് പറഞ്ഞത് നമ്മുടെ കേരള പോലീസാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. അതിന് 3500 പോലീസുകാരും ഇവിടെ ഇൻ്റലിജൻസ്, വിജിലൻസ് എല്ലാ ആൾക്കാരും ഉണ്ട്, ഉന്നതമായ പോലീസുകാരുണ്ട്. ഇവരെല്ലാം ഒരു മാസക്കാലമായി മന്ത്രിമാരടക്കം എല്ലാവരും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ തിരുവമ്പാടി ദേവസ്വം അതിനെ കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ അതിനെ കലക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഇൻ്റലിജൻസും ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളും എന്താണ് നോക്കിയിരുന്നത്? ഇത്രയ്ക്ക് മോശമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയത് അജിത് കുമാർ സാറ് ചെയ്തത് ശരിയല്ല.